2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിനും പിണറായി വിജയനും അധികാര തുടർച്ചയുണ്ടാകണമെന്ന് ഏറ്റവും തീവ്രമായി ആഗ്രഹിച്ചതും ഒരു പരിധിവരെ പാർട്ടിക്കാരെക്കാൾ ഏറെ അതിനുവേണ്ടി പ്രയത്നിച്ചതും കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകരും മാധ്യമ ചാനലുകളുമായിരുന്നു. പിണറായി വിജയൻ കേരളത്തിൻ്റെ രക്ഷകനാണ് എന്ന ഒരു വ്യാജ പൊതുബോധം ജനങ്ങൾക്കിടയിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് പിണറായിയെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുവാൻ സഹായിക്കുന്നതിനായി ഇവർ ഒരുപാട് വ്യാജ വാർത്തകളടക്കം പടച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും കേരളത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ജനങ്ങൾ ഇക്കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുകയും ഈ ചാനലുകളുടെ വ്യാജ പ്രചരണങ്ങളിൽ വീഴാതെ ഇത്തരം പ്രചരണങ്ങളെ നിരാകരിച്ചുകൊണ്ട് UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും LDFന് ചരിത്രപരമായ പരാജയം സമ്മാനിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് 2026 ഏപ്രിൽ 9 കേരളത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ട് അധികാരത്തിന് പുറത്തു പോകുകയും ചരിത്ര ഭൂരിപക്ഷം നേടി UDF സർക്കാർ VD സതീശൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തുകയും ചെയ്തതിന് ശേഷവും CPMനും പിണറായി വിജയനും വേണ്ടി വിടുവേല ചെയ്യുന്ന ഒരുപറ്റം മാധ്യമപ്രവർത്തകരെ മലയാളത്തിലെ വാർത്താ ചാനലുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ CPMനും പിണറായിക്കും വിടുപണി ചെയ്യുന്ന പ്രമുഖ 5 മാധ്യമപ്രവർത്തകർ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി വിശദീകരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തേണ്ടത് കൈരളി TVയിലെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനാണ്. കാരണം പാർട്ടിക്ക് വേണ്ടി ന്യായീകരണ ക്യാപ്സൂളുകൾ ഇറക്കുവാനും വ്യാജ വാർത്തകൾ പടച്ചുവിടുവാനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വാർത്താ ചാനലാണ് കൈരളി TV. എന്നാൽ കൈരളി TVയിലെ വാർത്താ അവതാരകരെയും റിപ്പോർട്ടർമാരെയും പോലും നാണിപ്പിച്ചുകൊണ്ട് ഒരു പടി കൂടി കടന്ന് പിണറായിക്ക് വേണ്ടി വിടുവേല ചെയ്ത് ഈ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ TVയിലെ വാർത്താ അവതാരകനായിട്ടുള്ള റോഷി പാലാണ്. കഴിഞ്ഞ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിരുന്ന സമയത്തും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ നടക്കുന്ന സമയത്തും കോൺഗ്രസിനെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും UDFിലെ ഇതര ഘടകകക്ഷികൾക്കെതിരെയും അവരുടെ നേതാക്കൾക്കെതിരെയും നിരന്തരമായ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ട് അവരെ അവമതിപ്പെടുത്തുവാനും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുവാനും നിരന്തരമായി പരിശ്രമിച്ച മാധ്യമപ്രവർത്തകനാണ് റോഷി പാൽ. ഈ നീക്കങ്ങളെല്ലാം പരാജയപ്പെടുകയും നാണംകെട്ട പതനത്തിലേക്കും തോൽവിയിലേക്കും ഇടതുപക്ഷം നയിക്കപ്പെടുകയും ചെയ്തിട്ടും റോഷി പാൽ തൻ്റെ ഇടതുപക്ഷ അനുഭാവവും പിണറായി വിജയൻ ആരാധനയും കൈമോശം വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന നിലയിലാണ് ഓരോ ദിവസവും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ സംഭവവികാസമുണ്ടായത് ഇന്നലെ കേരള നിയമസഭയിലെ മീഡിയ റൂമിലായിരുന്നു. അവിടെ വെച്ച് T സിദ്ദിഖ് എന്ന പുതുമുഖ മന്ത്രി തൻ്റെ വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള വിവാദ IAS ഓഫീസർ ശ്രീറാം വെങ്കിട്ടരാമനൊപ്പം പത്രസമ്മേളനം നടത്തുവാൻ എത്തിച്ചേർന്നപ്പോഴാണ് റോഷി പാലിൻ്റെ നാടകം ആടിയത്. റോഷി പാൽ പറഞ്ഞത് ആരോപണ വിധേയനായ ഒരു മാധ്യമപ്രവർത്തകൻ്റെ കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള കളങ്കിതനായ IAS ഉദ്യോഗസ്ഥനൊപ്പം മന്ത്രി എത്തിയാൽ ആ പ്രസ് കവർ ചെയ്യുവാൻ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. റോഷി പാലിനെ പോലുള്ളവർ പ്രതികരിച്ചതിൻ്റെ ഫലമായി ശ്രീറാം വെങ്കിട്ടരാമൻ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യവും ഉണ്ടായി. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഷി പാലിൻ്റെ ഇരട്ടത്താപ്പാണ്. ആരോപണ വിധേയനായ ശ്രീറാം വെങ്കിട്ടരാമനെ സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിലേക്ക് തിരിച്ചെടുത്തത് പിണറായി വിജയനാണ്. അതുപോലെ തന്നെ KM ബഷീർ കൊല്ലപ്പെട്ട കേസിൽ തൻ്റെ രക്തത്തിൽ നിന്നും മദ്യത്തിൻ്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതുവരെ അതിനുവേണ്ടി ഡയാലിസിസ് പൂർത്തീകരിക്കുന്നതുവരെ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ അറസ്റ്റ് വൈകിപ്പിച്ചതും പിണറായി വിജയൻ്റെ കീഴിലുണ്ടായിരുന്ന ആഭ്യന്തര മന്ത്രാലയത്തിലെ പോലീസുകാരായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും ഇതിനെതിരെ ഒരു ചെറിയ ശബ്ദം പോലും ഉയർത്താതിരുന്ന റോഷി പാലാണ് ഇപ്പോൾ UDF സർക്കാരിൻ്റെ കൃഷി വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമനെതിരെ രോക്ഷപ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കളങ്കിതനായ IAS ഉദ്യോഗസ്ഥനെ സർവീസിൽ പുനഃപ്രവേശിപ്പിച്ചതിനെതിരെയോ അതുപോലെ തന്നെ അയാൾക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഒത്താശ ചെയ്തതിനെതിരെയോ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു നിലപാട് പോലും സ്വീകരിക്കാതിരുന്ന റോഷി പാൽ ഇപ്പോൾ ഈ ആട്ടമാടുന്നത് UDFനെ അവമതിപ്പെടുത്തുവാനാണ്, പുതുമുഖമന്ത്രിയായിട്ടുള്ള T സിദ്ദിഖിനെ ചെറുതാക്കുവാനായിട്ടാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരിലെ അന്തം കമ്മികളിൽ 1-ാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നത് റോഷി പാലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പട്ടികയിലെ 2-ാം സ്ഥാനത്തേക്ക് എത്തുവാനും കൈരളി TVയിലെ മാധ്യമപ്രവർത്തകർക്കാർക്കും കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും കൈരളി TVയിലെ മുൻ മാധ്യമപ്രവർത്തക ഇപ്പോൾ 24 ന്യൂസിൽ പ്രവർത്തിക്കുന്ന അസിത സഹീർ ഈ 2-ാം സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട് എന്നത് കൈരളിക്കും ഇക്കാര്യത്തിൽ അഭിമാനകരമായ ഒരു നേട്ടം സമ്മാനിക്കുന്നുണ്ട്. അസിത സഹീറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഏകപക്ഷീയമായി LDFന് അനുകൂലമായിട്ടുള്ള നിലപാടുകളുമായി ഇവർ കളം നിറഞ്ഞാടുകയായിരുന്നു. ഓരോ വിലയിരുത്തലുകൾ വരുമ്പോഴും ഇത് LDFന് അനുകൂലമാണ് എന്ന് താൻ അവതരിപ്പിക്കുന്ന പരിപാടികളിൽ സ്ഥാപിക്കുവാൻ വല്ലാത്തൊരു വ്യഗ്രത ഈ യുവതി കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലടക്കം ഇടതു പ്രതിനിധികളെക്കാൾ CPM പ്രതിനിധികളെക്കാൾ CPMൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുവാൻ വ്യഗ്രത കാണിച്ചിരുന്നതും അസിത തന്നെയാണ്.
ഏറ്റവും ഒടുവിലായി ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷവും വി സതീശൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അത് വല്ലാതെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് വി സതീശൻ ഒരു ഏകാധിപതിയാണെന്നും നിലപാടില്ലാത്തവനുമാണെന്നും സ്ഥാപിക്കുവാനുള്ള നിരന്തരമായ ശ്രമങ്ങളും തൻ്റെ പരിപാടികളിലൂടെ താൻ അവതരിപ്പിക്കുന്ന വാർത്താ പരിപാടികളിലൂടെ നിരന്തരമായി അസിത സഹീർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഷി പാലിന് തൊട്ടു പിന്നിലായി രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്ന അന്തം കമ്മിയായിട്ടുള്ള മാധ്യമപ്രവർത്തകയായി അസിത സഹീറിനെയും നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കും. ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് അല്ലെങ്കിൽ മൂന്നാം സ്ഥാനം പങ്കിടുന്നത് രണ്ടു പേരാണ്. TM ഹർഷനും സനീഷുമാണ്. ഇവർ രണ്ടുപേരും ന്യൂസ് മലയാളം 24x7 വാർത്താമാധ്യമ പ്രവർത്തകരാണ്. രണ്ടുപേരും ഒരുപാട് പരിപാടികൾ ഒരുമിച്ച് അവതരിപ്പിക്കാറുണ്ട്. ഈ പരിപാടികളുടെയെല്ലാം ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് പിണറായി അനുകൂല സ്തുതിപാടലുകൾ തന്നെയാണ്. UDFനെ അന്ധമായി വിമർശിക്കുക, അടിസ്ഥാനരഹിതമായ വിലയിരുത്തലുകൾ UDF സർക്കാരിനെതിരെ നടത്തുക എന്നതാണ് UDF അധികാരത്തിലേറിയതിനു ശേഷമുള്ള ഇവരുടെ പ്രധാനപ്പെട്ട വാർത്താ അവതരണ ശൈലി തന്നെ എന്ന് വേണമെങ്കിലും പറയാം. ഈ രണ്ടുപേരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തലകുത്തി മറിഞ്ഞു നിന്നുകൊണ്ട് കാര്യങ്ങൾ LDFന് അനുകൂലമാക്കുവാൻ നിതാന്ത പരിശ്രമം നടത്തിയവരാണ്. എന്നാൽ ജനം ഇതെല്ലാം കൃത്യമായി തിരിച്ചറിയുകയും ഇവരുടെ ജൽപ്പനങ്ങളെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞുകൊണ്ട് UDFനെ മൃഗീയ ഭൂരിപക്ഷം നൽകി അധികാരത്തിലേറ്റുകയും ചെയ്തിട്ടും തങ്ങളുടെ തെറ്റുകൾ, തങ്ങളുടെ കപട്യം ഇവയെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും നാണവും മാനവുമില്ലാതെ പിണറായി സ്തുതി പാടുകയും UDFനെയും UDF മന്ത്രിമാരെയും UDFൻ്റെ മുഖ്യമന്ത്രിയെയും UDFൻ്റെ നേതാക്കളെയും ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്തുകൊണ്ടാണ് ഇവർ വാർത്താ അവതരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം എന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇതുവരെയും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാധ്യമപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നത് എന്നും നമുക്ക് പറയുവാൻ സാധിക്കും. ഈ രണ്ട് വാർത്താ മാധ്യമ പ്രവർത്തകർ മാത്രമല്ല, ന്യൂസ് മലയാളം 24x7 കൈരളി പോലെയും റിപ്പോർട്ടർ TVയെ പോലെയും ഏകപക്ഷീയമായി LDFന് അനുകൂലമായി വാർത്താ റിപ്പോർട്ടിംഗ് നടത്തുന്ന ശൈലിയാണ് അനുവർത്തിച്ചു പോരുന്നത് എന്നും നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പട്ടികയിൽ നാലാം സ്ഥാനം അലങ്കരിക്കുന്നത് മൊട്ടയരുണെന്ന് രാഷ്ട്രീയ എതിരാളികളും വിമർശകരും പരിഹസിച്ച് വിശേഷിപ്പിക്കുന്ന റിപ്പോർട്ടർ TVയിലെ പ്രമുഖ മാധ്യമ അവതാരകനായിട്ടുള്ള റിപ്പോർട്ടർ TVയുടെ മുഖമായിട്ടുള്ള ഡോക്ടർ അരുൺകുമാറാണ്. ഡോക്ടർ അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബൗദ്ധികമായി നിഷ്പക്ഷതയോടുകൂടി സംസാരിക്കുന്നു എന്ന ഒരു പ്രതീതിയിൽ അന്ധമായ പിണറായി സ്തുതിയും LDF സ്തുതിയും CPM സ്തുതിഗീതങ്ങളും തന്നെയാണ് അദ്ദേഹം എപ്പോഴും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏതു വിഷയത്തെക്കുറിച്ച് ചർച്ച നടന്നാലും അദ്ദേഹത്തിൻ്റെ നിലപാട് എപ്പോഴും ഇടതുപക്ഷത്തിനും CPMനും പ്രത്യേകിച്ച് പിണറായി വിജയനും അനുകൂലമായിരിക്കും. പിണറായി വിജയൻ നാണവും മാനവും കെട്ട് അദ്ദേഹം നേതൃത്വം നൽകിയ മുന്നണിയെ വലിയൊരു പരാജയത്തിലേക്ക് നയിച്ചതിന് ശേഷവും അരുൺകുമാർ അവതരിപ്പിക്കുന്ന വാർത്താ പരിപാടികളുടെ വിശകലനം ശ്രദ്ധിച്ചാൽ നാം തെറ്റിദ്ധരിച്ചു പോകുക ഈ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ കേരളത്തിലെ ഇടതുമുന്നണിയെ വലിയ വിജയത്തിലേക്ക് നയിച്ചുവെന്നും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ത്യാഗം ചെയ്തുകൊണ്ട് വി സതീശന് ആ പദവി വിട്ടു നൽകിയതാണെന്നും പോലും നമുക്ക് തോന്നും. ഏതൊക്കെയാണെങ്കിലും ഡോക്ടർ അരുൺകുമാറിൻ്റെ നിഷ്പക്ഷതയില്ലാത്ത മാധ്യമപ്രവർത്തന ശൈലി കൃത്യമായി തന്നെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കോമഡി പരിപാടി എന്ന നിലയിൽ മാത്രമാണ് പലപ്പോഴും അരുൺകുമാറിൻ്റെ വാർത്താ അവതരണ പരിപാടികളെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. എന്നെ സംബന്ധിച്ച് ഈ പട്ടികയിലുള്ള അഞ്ചാമത്തെ പ്രതിഭ എന്ന് പറയുന്നത് നേരത്തെ ന്യൂസ് മലയാളം 24x7 ഇപ്പോൾ ബിഗ് TVയിലും പ്രവർത്തിച്ചു വരുന്ന വനിതാ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ലക്ഷ്മി പത്മയാണ്. ലക്ഷ്മി പത്മ വളരെ ബുദ്ധിപൂർവമാണ് തൻ്റെ ഇടത് അനുകൂല ആശയങ്ങൾ വാർത്തകളിൽ തിരികെ കയറ്റുന്നത്. ചില സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ UDFനെ ഒരു സ്ത്രീവിരുദ്ധ മുന്നണിയായി ചിത്രീകരിച്ചുകൊണ്ട് ഇടതുമുന്നണിയെയും പിണറായി വിജയനെയും കേരളത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണയായി അവതരിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തക ഇടതുമുന്നണിക്ക് വേണ്ടിയും പിണറായി വിജയന് വേണ്ടിയും വിടുവേല ചെയ്തത്. രാഹുൽ മാങ്കൂട്ടം എന്ന യുവരാഷ്ട്രീയ നേതാവിനെ, കോൺഗ്രസ് നേതാവിനെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാൾക്കെതിരെ ആദ്യമായി ഒരു പരാതി പോലീസിന് മുന്നിലേക്ക് എത്തിക്കുന്നതിൽ കൃത്യമായ പങ്കുവഹിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തക കൂടിയാണ് ലക്ഷ്മി പത്മ. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള ഒരു കപ്പിൻ്റെ പടം, അതിനെക്കുറിച്ച് തന്നെ ഒരു വാർത്താ പരമ്പര പങ്കുവെച്ചുകൊണ്ടും ലക്ഷ്മി പത്മ തൻ്റെ ഇടത് അനുഭാവ നിലപാടുകൾ പ്രകടമാക്കിയിട്ടുണ്ട്. ബിഗ് TVയിലേക്ക് പോയിട്ടും UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ടും ലക്ഷ്മി പത്മയുടെ അനുഭാവം ഇപ്പോഴും ഇടതുമുന്നണിക്കൊപ്പം തന്നെയാണ്. വി സതീശൻ എന്ന നേതാവ്, കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി വാഴ്ത്തുപാട്ടുകളുമായി ഇവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ താൻ അവതരിപ്പിക്കുന്ന വാർത്താ പരിപാടികളിൽ കൃത്യമായി ഇടതനുഭാവം തിരികെ കയറ്റിക്കൊണ്ട് UDF സർക്കാരിന് എന്തൊക്കെയോ വലിയ പോരായ്മകളുണ്ട് എന്ന് സ്ഥാപിക്കുവാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. ഇതും പ്രേക്ഷകർ തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ ലക്ഷ്മി പത്മ അവതരിപ്പിക്കുന്ന വാർത്താ പരിപാടികൾക്ക്
ഇപ്പോൾ വലിയ പ്രേക്ഷക പ്രീതി കിട്ടുന്നില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ അന്ധമായി CPM ന്യായീകരണം നടത്തുന്ന അന്ധം കമ്മികളെക്കാൾ അധപ്പതിച്ച നിലയിൽ പിണറായി സ്തുതികൾ പാടുന്ന 6 മാധ്യമപ്രവർത്തകരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.